ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൺ മോർ സെഷൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫാക്ടോറിയൽ നൊട്ടേഷനെ കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഒക്കെ പഠിച്ചു. എല്ലാവരും അത് കണ്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷനെ കുറിച്ച് നമ്മൾ NCERT പാർട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് റിവൈസ് ചെയ്യും. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, ഞാനിവിടെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കായിരിക്കുമല്ലോ കേട്ടോ. ഫാക്ടോറിയൽ നൊട്ടേഷൻ ഇപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? n ഇൻറ്റു n മൈനസ് വൺ ഇൻറ്റു n മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതല്ലേ n ഫാക്ടോറിയലിന്റെ മീനിങ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 7 ഫാക്ടോറിയൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലെ. ഒന്നിൽ നിന്ന് തുടങ്ങി 7 വരെയുള്ള നമ്പേഴ്സിന്റെ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഈ കാര്യം എല്ലാവർക്കും തന്നെ അറിയാലോ. പിന്നെ ഫാക്ടോറിയൽ നൊട്ടേഷൻസ് അപ് ടു 10 കാണാതെ പാഠം പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ എളുപ്പമാക്കും നിങ്ങളുടെ ജീവിതം. ഓക്കെ, സോ 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്, 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നതും 1 ആണെന്ന് നമുക്കറിയാം. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ആണ്, 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 വിച്ച് 6 ആണ് അല്ലെ. 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4, അതായത് 24 ആണ്. അതേപോലെ തന്നെ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ഫാക്ടോറിയൽ കിട്ടും. ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ഫാക്ടോറിയൽ കിട്ടും. ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 ഫാക്ടോറിയൽ കിട്ടും. ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ഫാക്ടോറിയൽ കിട്ടും. അങ്ങനെ ഫാക്ടോറിയൽ നൊട്ടേഷൻസ് ഒക്കെ ഇങ്ങനെ അങ്ങ് വിട്ടു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഫാക്ടോറിയൽ നൊട്ടേഷൻസ് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കണതാണ്. ഫാക്ടോറിയൽ നൊട്ടേഷന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സി നൊട്ടേഷൻ അറിയാലോ. NCR എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കാര്യങ്ങൾ തന്നിട്ടുള്ളതിൽ നിന്ന് 6 കാര്യങ്ങളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയെയാണ് നമ്മൾ NCR എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ 5C3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 5 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 3 സ്റ്റുഡൻസിനെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 5C3 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ NCRന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 5C3യുടെ ഡെഫിനിഷൻ എന്താണ്? 5C3 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 ഫാക്ടോറിയൽ അല്ലെ. അതായത് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരുന്നതായിട്ട് നമുക്കറിയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ നമുക്ക് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത്രയും ഭാഗത്ത് മാത്രം നമുക്ക് 3 ഫാക്ടോറിയൽ എന്ന് വിളിച്ചുകൂടെ? 3 ഇൻറ്റു 2 ഇൻറ്റു 1നെ വിളിക്കാമല്ലോ. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും അങ്ങനെ കിടക്കട്ടെ. ഇത് വെട്ടിപ്പോയി. ആൻസർ എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയല്ലേ സി നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സി നൊട്ടേഷൻ എന്താണ്? സെലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്, അറേഞ്ച്മെന്റ് അല്ല. ജസ്റ്റ് ആരൊക്കെയാണ് ആ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതേപോലെ നമുക്ക് NPR എന്താണ്? NPR എന്ന് പറയുന്നത് NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ. NPR എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം, ആ സെലക്ട് ചെയ്ത സാധനത്തെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇതല്ലേ NPR എന്ന് പറയുന്നത് അല്ലെ. സോ ഫസ്റ്റ് യു ഷുഡ് ഡു ദ കോമ്പിനേഷൻ ഇറ്റ്സെൽഫ്. യു ഷുഡ് ഡു ദ C thing, followed by that you should arrange whatever is selected there. That is what you basically have to do. Yeah, okay. So NPR എന്ന് പറയുന്നത് NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം നോക്കാം. ഒരു ഈസി മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം 5P3യും 5C3യും എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. നോർമൽ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്കറിയാം 5P3 എന്ന് പറയുന്നത് 5C3 ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ്, NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ, വിച്ച് ഇസ് 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇതും വെട്ടിപ്പോയി. സോ ദിസ് വിൽ ബിക്കം 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ, വിച്ച് ഇസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. ആ 2 ഫാക്ടോറിയലും വെട്ടിപ്പോയി. സോ ബേസിക്കലി 5 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞു. അതായത് 5P3 വന്നപ്പോൾ ഈ നമ്പർ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, 5ൽ നിന്ന് തുടങ്ങി ഇത്രയും നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 നമ്പേഴ്സ് 5ൽ നിന്ന് തുടങ്ങി 5, 4, 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ആരെങ്കിലും 10C4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ൽ നിന്ന് തുടങ്ങി 4 നമ്പേഴ്സ് 10, 9, 8 ആൻഡ് 7 ഇത്രയും നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ 10P4. ഓക്കെ, 10P4 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ 4 നമ്പർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും 10C3 ചോദിച്ചാൽ എന്ത് പറ്റും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 P. ഓക്കെ, 10P3 ചോദിച്ചു കഴിഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8. ഇതേ കണക്ക് തന്നെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ട് സാർ? കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടല്ലോ. ഇപ്പം 10C3 ആണ് ആരെങ്കിലും ചോദിക്കുന്നതെങ്കിൽ മുകളിൽ സെയിം തന്നെ 10 ഇൻറ്റു 9 ഇൻറ്റു 8, താഴെ
ഈ 3 വരെയുള്ള നമ്പേഴ്സിനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 into 2 into 3 കൊണ്ട് ഇത്രയേ ഉള്ളൂ ഡിഫറൻസ് 10C3 കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പൊ ആരെങ്കിലും 7C3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മള് ഈ 3 എന്നുള്ള നമ്പർ 7 into 6 into 5 3 നമ്പേഴ്സ് താഴെയും 1 തൊട്ട് 3 വരെയുള്ള നമ്പേഴ്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് 7C3. ഇപ്പൊ ആരെങ്കിലും 7P3 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഈ 3 എന്ന് പറയുന്ന നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. 7 into 6 into 5 ഇതിന്റെ ഈ മുകളിലത്തെ ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടത്. എളുപ്പത്തിൽ അങ്ങ് ചെയ്യാം. പിന്നെ ചിന്തിക്കുകയൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ആൻസർ അങ്ങ് പെട്ടെന്ന് എഴുതി പോകാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജെഇയുടെ ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് പോലും സേവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റാങ്കുകളെ 1000-ഓളം റാങ്കുകൾ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ NPR എന്ന് പറഞ്ഞാൽ എന്താണ്? 6 സാധനങ്ങളെ അറേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ്സിൽ 5 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 3 സ്റ്റുഡൻസിനെ അസംബ്ലിക്ക് വിളിച്ചിട്ട് നേരെ നിർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആര് നിൽക്കുന്നു, നടുക്കാര് നിൽക്കുന്നു, ബാക്കിൽ ആര് നിൽക്കുന്നു എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. അസംബ്ലിക്ക് നിൽക്കുമ്പോൾ എന്താണ്? അറേഞ്ച്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഓർഡർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേസുകൾ നമ്മൾ പെർമ്യൂട്ടേഷനും, ഓർഡർ ഇമ്പോർട്ടന്റ് അല്ലാത്ത കേസുകളിൽ നമ്മൾ കോമ്പിനേഷനും യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളും പിടികിട്ടിയല്ലോ. ഇത്രയും കാര്യം പിടികിട്ടിയെങ്കിൽ നമുക്ക് ഇത് വെച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കണ്ടുപിടിക്കാം. ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ പലരുടെയും കിളി പോയെന്നിരിക്കും, പക്ഷെ അതിന്റെ കാര്യമില്ല. ആദ്യമൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ടീച്ചർമാർ പോലും ഒന്ന് ഞെട്ടാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതൊരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഞാൻ ഈ ചോദ്യങ്ങൾ തരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചാപ്റ്റർ അങ്ങനെയാണ്, ഈ ചാപ്റ്ററിന്റെ നേച്ചർ അങ്ങനെയാണ്. ജെഇയിൽ ഈ ചാപ്റ്റർ വെച്ച് കുറെ അധികം കളികൾ കണക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഡോണ്ട് വറി, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, ഇല്ലാത്തവർ മനസ്സിലാക്കി എടുക്കുക. ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് 2n the whole factorial is equal to 2 power n into n factorial into 1 into 3 into 5 etc into 2n minus 1. ഇതാണ്. ഇതെന്താ? പ്രോഡക്റ്റ് ഓഫ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? 2n minus 1 ആണ് ഇത്. ഓക്കെ, ഇങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. LHS എന്താണ്? 2n ഫാക്ടോറിയൽ. 2n എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ 2n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? 1 മുതൽ 2n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനെയാണ് 2n ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് 2n ഫാക്ടോറിയൽ നമുക്ക് ഇങ്ങനെ 2n into 2n minus 1 into 2n minus 2 into 2n minus 3 into etc into എവിടെ വരെ പോകും? 1 വരെ. 6 into 5 into 4 into 3 into 2 into 1 വരെ വിട്ടടിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇക്കാര്യം നമുക്ക് പിടികിട്ടിയല്ലോ. ഇത് പിടികിട്ടിയെങ്കിൽ ഇനി ഇതിന്റെ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. 2n, 2n minus 2, 2n minus 4 എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഈവൻ നമ്പേഴ്സിനെ ഒരു സൈഡിലും ഓഡ് നമ്പേഴ്സിനെ വേറൊരു സൈഡിലേക്കും എഴുതാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോ 2n into മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഓർഡർ മാറ്റി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലല്ലോ. 2n into 2n minus 2 into 2n minus 4 into etc into 6 into 4 into 2 ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും, അല്ലെ? ഇൻറ്റു ഓഡ് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അതിന് നമുക്ക് ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്? 2n minus 1 into 2n minus 3 into etc into 5 into 3 into 1. ഇത്രയും ഓഡ് നമ്പേഴ്സ്, അല്ലെ? ഈ ഈവൻ നമ്പേഴ്സിലെല്ലാം നമുക്ക് എന്ത് കോമൺ ഉണ്ട്? 2 കോമൺ ഉണ്ട്. എല്ലാ ഈവൻ നമ്പറിൽ നിന്നും നമ്മൾ ഒരു 2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2n നമ്പേഴ്സിനെ രണ്ടായിട്ട് ഭാഗിക്കുകയല്ലേ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ആയിട്ട് എഴുതി കഴിഞ്ഞാൽ. അപ്പൊ 2n നമ്പേഴ്സിനെ നമ്മൾ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ n നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സും കാണും, n നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സും കാണും. അതിലൊരു സംശയവും വേണ്ടല്ലോ, വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ 2n-ൽ നിന്ന് എനിക്കൊരു 2 കോമൺ എടുക്കാം. പിന്നെ ഈ 2n minus 2-ൽ 2 കോമൺ എടുക്കാം. 2n minus 4-ൽ 2 കോമൺ എടുക്കാം. എത്ര സ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ 2 കോമൺ എടുക്കാം? n സാധനങ്ങളിൽ. ഇത് 1, 2, 3 എക്സെട്ര അപ് ടു 2 വരെ പോകുമ്പോൾ n സാധനങ്ങൾ നമുക്കുണ്ട്, അല്ലെ? അപ്പൊ അത്രയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു n ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കി വിട്ടിരുന്നത്? n minus 1 ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കി കിട്ടുന്നത്? n minus 2 ബാക്കിയുണ്ട്. നെക്സ്റ്റ് n minus 3 ബാക്കി കാണും, എക്സെട്ര എന്തുവരെ ബാക്കി കാണും? ഇവിടെ നിന്ന് നമുക്കൊരു 3 ബാക്കി കാണും. ഇവിടെ നിന്ന് നമുക്കൊരു 2 ബാക്കി കാണും. ഇവിടെ നിന്ന് നമുക്കൊരു 1 ബാക്കി കാണും. അത്രയും കാര്യങ്ങൾ ബാക്കി കാണും. ഇൻറ്റു ആ ഓഡ് നമ്പേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. 2n minus 1 into 2n minus 3 into എക്സെട്ര into 5 into 3 into 1 ഇത്രയും സാധനം ബാക്കിയുണ്ട്. ഈ 2ന്റെ എത്ര മൾട്ടിപ്പിൾസ് ആ ഉള്ളത്? n നമ്പേഴ്സ്. 2 multiplied n times will become 2 power n, അല്ലെ? So this is 2 power n into
n into n minus 1 into n minus 2 into etc. into 3 into 2 into 1 into 2n minus 1 into 2n minus 3 into etc. into 5 into 3 into 1 അല്ലെ? So this is equal to 2 raised to n into ഇതെന്താ ഒരു മനോഹരമായിട്ടുള്ള കാര്യമല്ലേ? n into n minus 1 into n minus 2 etc. 1 എന്ന് പറയുന്നത് നമ്മുടെ n ഫാക്ടോറിയൽ ആണെന്ന് അറിയാം. into ഈ 2n minus 1 into 2n minus 3 into etc. into 1 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് n odd natural numbers അല്ലേ? So ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് n odd natural numbers. So this is basically 1 into 3 into 5 into etc. into 2n minus 1 എന്നുള്ളത് കിട്ടി. ഇതല്ലായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. So this is equal to RHS, hence proved. കാര്യം പിടിയിട്ടിയല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം എന്താണ് പഠിച്ചത്? ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ, ഈയിടെ ആയിട്ട് ഇത് കണ്ടിട്ടില്ല, പക്ഷെ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി 2n ഫാക്ടോറിയൽ, അതായത് ഒരു ഈവൻ നമ്പറിന്റെ ഫാക്ടോറിയലിനെ നമുക്ക് 2 raised to n into n ഫാക്ടോറിയൽ into പ്രോഡക്റ്റ് ഓഫ് n odd natural numbers വരെ നമുക്ക് എഴുതാമെന്ന് നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ 1 into 3 into 5 into etc. into 2n minus 1. ഇതെന്താണ്? പ്രോഡക്റ്റ് ഓഫ് n odd numbers എന്ന് പറയുന്നതിനെ നമുക്ക് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 power n into n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനെ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് n odd natural numbers-നെ ഇങ്ങനെ എഴുതാമെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് first 50 odd natural numbers. First 50 odd natural numbers. അതായത് 1 into 3 into 5 into etc. 2n minus 1-ല് n-ന് 50 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 50th odd natural number വരും അല്ലെ? ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. n-ന് 50 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 into 50 100 minus 1 എന്ന് പറയുന്നത് 99. ഇതാണ് നമുക്ക് ബേസിക്കലി വരേണ്ടത്. 1 into 3 into 5 into etc. into 99ന്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into n-ന്റെ വാല്യൂ 50 ആണ്. സോ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 into 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 raised to 50 into 50 ഫാക്ടോറിയൽ എന്ന് നമുക്ക് വീണ്ടും എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into 50 എന്ന് പറയുന്നത് 100 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 raised to 50 into 50 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? 100 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 100 into 99 into 98 into etc. into 51 into 50 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഡിവൈഡഡ് ബൈ 2 raised to 50 into 50 ഫാക്ടോറിയൽ, 50 ഫാക്ടോറിയലും 50 ഫാക്ടോറിയലും വെട്ടിപ്പോയി അല്ലെ? ഈ 100 തൊട്ട് 51 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 നമ്പേഴ്സ് ഇല്ലേ? ഈ താഴെയും എത്ര രണ്ടുകളുണ്ട്? താഴെ നമുക്ക് 50 രണ്ടുകളുണ്ട്. ഇതിനെ വേണമെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിട്ട് എഴുതാൻ 100 by 2 into 99 by 2 into 98 by 2 into etc. into 51 by 2 എന്നും എഴുതാം. ചിലപ്പം ഓപ്ഷനിൽ ഇതും കാണും ഇതും കാണും. ഓക്കെ, അപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം. അപ്പം ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള രീതിയിലും ഇതിനെ നമുക്ക് മാറ്റാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് തോട്ട് പ്രോസസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. നന്നായിട്ട് മനസ്സിലാക്കിയെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഒരു ജഗപൊക ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 100 factorial is 2 raised to m into I, where I is an odd number, where I is an odd number, then find the value of m. I odd number ആകണമെങ്കിൽ ഇതിന്റെ അകത്തു നിന്നുള്ള 2ന്റെ എല്ലാ പവേഴ്സിനെ എടുത്ത് മാറ്റണ്ടേ അല്ലെ? സോ ഹയസ്റ്റ് പവർ ഓഫ് 2 in 100 ഫാക്ടോറിയൽ എന്നാണ് ടെക്നിക്കലി ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഈ 100 ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ നമുക്ക് 2 into 50 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. 2 into 50 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 raised to 50 into 50 ഫാക്ടോറിയൽ into 1 into 3 into 5 into etc. 99 എന്ന് എഴുതിക്കൂടെ? ഇതെന്താണ്? സം ഓഡ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ അകത്ത് ഈവൻ കൊണ്ടുവരുന്ന ഒരു സാധ്യതയും ഇല്ല. അപ്പൊ ആ ഓഡ് നമ്പേഴ്സ് അവിടെ കിടക്കട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 50 into ഈ 50 ഫാക്ടോറിയലിനെ ഇതേ രീതിയിൽ ഇതിനെ 2 into 25 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? എന്നിട്ട് ഇതേ ഫോർമുല ഒന്നും കൂടെ അപ്ലൈ ചെയ്തൂടെ?
ഓക്കെ, സോ ഈ ഓഡ് നമ്പേഴ്സിനെ നമുക്കൊരു K1 എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഓഡ് നമ്പേഴ്സിനെ K1 എന്ന് വിളിക്കാം പെട്ടെന്ന് എളുപ്പത്തിന്. അതൊരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് അല്ലേ കിട്ടത്തുള്ളൂ. എല്ലാ ഓഡ് നമ്പേഴ്സ് മാത്രമല്ലേ ഓടും. ഈ 50 ഫാക്ടോറിയലിന് വീണ്ടും എനിക്ക് 2 into 25 ഫാക്ടോറിയൽ വിച്ച് ഇസ് 2 raised to 25 into 25 ഫാക്ടോറിയൽ ഇൻറ്റു വീണ്ടും നമുക്ക് എന്ത് വരും 1 into 3 into 5 into എക്സെട്ര സം 49 വരെ കിട്ടും. പിന്നെ ഈ K1 ഓൾറെഡി ഉള്ളത് അവിടെ തന്നെ കിട്ടും. ഇതും ഓഡ് നമ്പേഴ്സ് ആണ്, ഇതും ഒരു ഓഡ് നമ്പേഴ്സ് ആണ്. ഈ രണ്ട് ഓഡ് നമ്പേഴ്സും കൂടെ ചേർന്നിട്ട് വീണ്ടും ഒരു ഓഡ് നമ്പർ ആയി മാറി. അതിനെ നമുക്ക് K2 എന്ന് വിളിക്കാമല്ലോ അല്ലെ. സോ ദിസ് ഇസ് 2 raised to 50 into 2 raised to 25 into ഇത് K2 ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. വീണ്ടും ഈ 25 ഫാക്ടർ 25 ഒരു ഓഡ് നമ്പർ ആണ്. അതിന് നമുക്ക് 25 into 24 ഫാക്ടോറിയൽ എന്ന് വിളിക്കാമല്ലോ. ഈ 25 into K2 എന്ന് പറയുന്നതും ഓഡ് നമ്പർ ആണ്. അതിനെ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് K3 എന്ന് വിളിക്കാം അല്ലെ. വീണ്ടും ഇതേ ഫോർമുല ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാണ്. 2 raised to 50 into 2 raised to 25 into 24 ഫാക്ടോറിയലിനെ എനിക്ക് 2 into 12 ഫാക്ടോറിയൽ എന്ന് എഴുതാം, which is 2 raised to 12 into 12 ഫാക്ടോറിയൽ into 1 into 3 എക്സെട്ര into 23 വരെ വരുന്നെന്ന് നമുക്കറിയാം into K3. ഇതും ഈ K3യും കൂടെ ചേർന്നിട്ട് ഒരു K4 ആയി മാറിയില്ലേ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറ്റി 2 raised to 50 into 2 raised to 25 into 2 raised to 12 into 12 ഫാക്ടോറിയലിനെ ഇതിനെ ഒരു K4 അല്ലേ. സോ K4 ഇനി നമുക്ക് 12 ഫാക്ടോറിയലിനെ 2 into 6 ഫാക്ടോറിയൽ which is 2 raised to 6 into 6 ഫാക്ടോറിയൽ into ഓഡ് നമ്പേഴ്സ് എന്ന് നമുക്ക് എഴുതാം. സോ വീണ്ടും ഓഡ് നമ്പേഴ്സ് into K3 എന്ന് പറയുന്ന വീണ്ടും ഒരു K4 എന്ന് പറയുന്ന ഒരു K5 എന്ന് നമുക്ക് വിളിച്ചൂടെ. സോ ദിസ് is 2 raised to 50 into 2 raised to 25 into 2 raised to 12 into 2 raised to 6 into some K5 which is odd numbers into 6 factorial. 6 ഫാക്ടോറിയലിനെ നമുക്ക് 2 into 3 ഹോൾ ഫാക്ടോറിയൽ എന്ന് എഴുതാം, which is 2 raised to 3 into 3 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. So this is again equal to 2 raised to 50 into 2 raised to 25 into 2 raised to 12 into 2 raised to 6 into 2 raised to 3 into 3 ഫാക്ടോറിയലിനെ എനിക്ക് 3 into 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലെ. So which is 2 3യും ഇവിടെ ഈ K5 കൂടെ ചേർന്നിട്ട് K6 വരുന്നു നമുക്ക് മനസ്സിലാവും. ടോട്ടൽ എന്താണ് a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n. So 2 raised to 50 plus 25 plus 12 plus 6 plus 3 plus 1 into K6 some odd numbers. K6 എന്ന് പറയുന്നതാണ് ടെക്നിക്കലി നമ്മുടെ ഒറിജിനൽ ചോദ്യത്തിലെ I, ബിക്കോസ് അതൊരു ഓഡ് നമ്പേഴ്സ് അല്ലേ. ഈവൻ പവേഴ്സിനെ എല്ലാം എടുത്ത് നമ്മൾ മാറ്റി ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര വരും 97 കിട്ടും. സോ ദിസ് ഇസ് 2 raised to 97 into I. m ന്റെ വാല്യൂ എന്താണ് 97 ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ട് വന്നില്ലേ. വളരെ സിമ്പിൾ ആണ്. ആ ഒരു റിസൾട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു ചോദ്യവുമാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: എനി നമ്പർ ഇൻ ദ വേൾഡ് can be expressed as product of prime numbers. Prime number അല്ലാത്ത ഏത് നമ്പേഴ്സിനെ, ഓക്കെ, എനി കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പറിന് ആ 7 into 1 എന്നല്ലേ പറയാൻ പറ്റും. എനി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. എക്സാമ്പിൾ 12നെ നമുക്ക് 4 into 3, 4 എന്ന് പറയുന്നത് 2 square into 3, 2 into 2 പ്രൈം നമ്പർ അല്ലേ. സോ 2ന്റെയും 3യുടെയും പവേഴ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ 25നെ 5 into 5 എന്ന് എഴുതാൻ പറ്റും, പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. 30യെ 6 into 5 which is same as 2 into 3 into 5, എല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പൊ നിങ്ങൾ ഓർക്കും 13നെ പറ്റില്ലല്ലോ, അതൊരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, സോ ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് എപ്പോ വേണമെങ്കിലും പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണിത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ജെഇക്കും വളരെ ഫ്രീക്വന്റ്ലി സീൻ ആയിരുന്ന ഒരു ചോദ്യമാണ്, എക്സ്പോണന്റ് ഓഫ് എ പ്രൈം നമ്പർ ഇൻ n ഫാക്ടോറിയൽ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ 100 ഫാക്ടോറിയലില് വാട്ട് ഇസ് ദി ഹയസ്റ്റ് പവർ ഓഫ് 2? ഹയസ്റ്റ് പവർ ഓഫ് 2 ഇതൊരു പ്രൈം നമ്പർ അല്ലേ. ഹയസ്റ്റ് പവർ ഓഫ് 2 in 100 ഫാക്ടോറിയൽ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇങ്ങനെയുള്ളൂ. ഇപ്പൊ നമുക്ക് രണ്ടിന്റെ ഹയസ്റ്റ് പവർ ഓഫ് 2 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 100/2 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 100/2 സ്ക്വയർ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 100/2 ക്യൂബ്
പ്ലസ് എക്സെട്ര എവിടെ വരെ പോകും? ഇതൊരു 1നേക്കാൾ കൂടിയ നമ്പർ ആയിരിക്കുന്നത് വരെ ഇത് പോകും. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 100/2 എന്ന് പറയുന്നത് 50 കിട്ടി. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 100/4 എന്ന് പറയുന്നത് 25 കിട്ടി. 100/8 എന്ന് പറയുന്നത് 12.5 ആണ്. 12.5ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് അടുത്ത എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 100/2⁴, അതായത് 16, അതായത് 6 പോയിന്റ് സംതിങ് എന്ന് വരും. പ്ലസ് വീണ്ടും 2⁵, 32 വരുമ്പോൾ 3 വരും, പ്ലസ് 1 വരും. ഓക്കെ, എവിടെ അടുത്ത് എവിടെ വരെ പോകുന്ന 100/2⁶ വരെ നമ്മൾ പോകും. 2�7 വന്നു കഴിഞ്ഞാൽ ലോവർ ദാൻ 1 ആയതുകൊണ്ട് ഇല്ല. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 97. അത് നമ്മൾ പ്രീവിയസ് ചോദ്യത്തിലും കണ്ടതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഹയസ്റ്റ് പവർ ഓഫ് 5 in 100 ഫാക്ടോറിയൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 100/5ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പ്ലസ് 100/5² ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പ്ലസ് 100/5³ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ എടുക്കും. 100/5 എന്ന് പറയുന്നത് 20 ആണ്. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 20 തന്നെയാണ്. 100/5² എന്ന് പറയുന്നത് 100/25 ആണ്. അത് 4 ആണ്. 100/5³ എന്ന് പറയുന്ന 1നേക്കാട്ടിലും ചെറിയ വാല്യൂ ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 0 എന്ന് വരും. സോ 20 + 4 24 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടുന്നതായിട്ട് മനസ്സിലാക്കും. ഇതിനും വീണ്ടും ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ 100/5ൽ നിന്ന് തുടങ്ങി അത് എത്രയാണ്? 20. ഇനി വീണ്ടും നിങ്ങൾ 5² പോകാതെ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. റൗണ്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടതാണ്. ഈ കിട്ടിയതിനെ വീണ്ടും 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അത് 4 എന്നും ഉണ്ട്. ഈ കിട്ടിയതിനെ റൗണ്ട് ചെയ്ത് വീണ്ടും 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെസർ വാല്യൂ ആയി. അന്നേരം 24. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ 2ന്റെതും ഇങ്ങനെയാണ് ചെയ്യായിരുന്നു. 100/2 എന്ന് പറയുന്ന 50 എന്ന് കിട്ടി. അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ച് യൂസ് ചെയ്തു. 50യെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 25 എന്ന് കിട്ടി, റൗണ്ട് ചെയ്തു. 25/2നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ 25/2 എന്ന് പറഞ്ഞാൽ 12.5 ആണ്. അതിനെ നമ്മൾ 12 എന്ന് എഴുതി. 12നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടുന്നുണ്ട്. 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടുന്നുണ്ട്. 3യെ 2 കൊണ്ട് ചെയ്താൽ 1.5 ആണ്. അതിന്റെയും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് 75, 87, 93 + 4 97 ഇവിടുന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇപ്പം 99 ഫാക്ടോറിയലില് 3യുടെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് 3 ആദ്യം നമ്മൾ 99/3 33 എന്ന് കിട്ടി. ഈ 33യെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 11 എന്ന് കിട്ടി. 11നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 പോയിന്റ് സംതിങ് എന്ന് കിട്ടി. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 3 ആണ്. ഈ 3യെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. എല്ലാം കൂടെ ആഡ് ചെയ്യുക. 33 + 11 എന്ന് പറയുന്നത് 44, 44 + 4 എന്ന് പറയുന്നത് 48 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ തന്നെ കൂടുതൽ ലെവലിലുള്ള കാര്യങ്ങൾ ഇപ്പം എത്ര സീറോസ് വരുന്നുണ്ടെന്നും എക്സ്പോണന്റ് ഓഫ് നോൺ പ്രൈം നമ്പേഴ്സ് 18ന്റെ പവർ എന്താണെന്നും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ കുറച്ചും കൂടെ ഈ ചാപ്റ്റർ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തോളം പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലും ഡീപ് ഡൈവ് ചെയ്യുന്നതായിരിക്കും, നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരിക. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ജെയുടെ സിലബസ് ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്. സോ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.